8th സ്റ്റാൻഡേർഡിൻ്റെ കേരൾക്ക രാജ്കുമാർ എന്ന ലെസൺ നോക്കാം. അത് ദക്ഷിൺ ഭാരത്, അതായത് സൗത്ത് ഇന്ത്യയിലെ ഒരു ലോക് കഥ, അതായത് ഫോക്ക് സ്റ്റോറിയാണ്, നാടോടി കഥയാണ്. केरल राज्य में एक समय राजवर्मन नामक एक दयालु तथा ചതുർ രാജ രാജ് करता था. അപ്പോൾ ഈ ദക്ഷിൺ ഭാരതത്തിലെ എവിടെയാണ് ഈ സ്റ്റോറി നടക്കുന്നത്? നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിൽ ഒരു രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് രാജവർമ്മൻ. അതോടൊപ്പം അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു? ഏക്ക് ദയാലു തഥാ ചതുർ രാജ था. ദയാലു ആണ്, വളരെ ദയവുള്ള മനുഷ്യനാണ്. അതോടൊപ്പം ചതുർ, വളരെ ബുദ്ധിമാനായ രാജാവായിരുന്നു. ഉസ്കാ രാജ്യ ധൻ ധാന്യസെ പരിപൂർണത. അദ്ദേഹത്തിൻ്റെ രാജ്യം ധനവും ധാന്യവും കൊണ്ട് എന്താണ്? പരിപൂർണത, കംപ്ലീറ്റ് ആയിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ധനത്തിനോ ധാന്യത്തിനോ ഒരു കുറവില്ല, വളരെ റിച്ച് ആയിരുന്നു എന്നാണ് അതിനർത്ഥം. വഹ് രാജ്യഭർ में घूमकर अपनी प्रजा के सुख दुख को सुनता और उनके कष्टों को दूर करने का भरसक प्रयत्न करता. അദ്ദേഹം രാജ്യം മുഴുവനും ചുറ്റി നടന്ന് തൻ്റെ പ്രജകളുടെ സുഖത്തിനെക്കുറിച്ചും ദുഃഖത്തിനെക്കുറിച്ചും അന്വേഷിക്കുകയും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ദൂർ കർണേക്ക, അത് മാറ്റിയെടുക്കുവാനുള്ള ഭർസക് പ്രയത്നകർത്ത, കഠിനമായ പ്രയത്നം അദ്ദേഹം നടത്തിയിരുന്നു. എന്തിനാണ് കഠിന പ്രയത്നം നടത്തിയിരുന്നത്? അവരുടെ ബുദ്ധിമുട്ടുകൾ, തൻ്റെ പ്രജകളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുവാനാണ് അദ്ദേഹം കഠിന പ്രയത്നം നടത്തിയിരുന്നത്. ഉസ് രാജ്യക്കെ ലോഗ് ഭി പരിശ്രമി തഥാ ഈമാൻദാർ ഥേ. ആ രാജ്യത്തെ, അതായത് നമ്മുടെ കേരളത്തിലെ ആൾക്കാരും വളരെയധികം പരിശ്രമി, ഹാർഡ് വർക്കിങ്ങുമാണ്. അതോടൊപ്പം ഈമാൻദാർ, സത്യസന്ധതയും ഉള്ളവരായിരുന്നു. ജഹാ ഐസാ രാജ്യ ഓർ ഐസി പ്രജാ ഹോ വഹാ ലക്ഷ്മി കി ക്യാ കമി. ഇങ്ങനെയുള്ളൊരു രാജാവും ഇങ്ങനെയുള്ള പ്രജകളുമുള്ള രാജ്യത്ത് ലക്ഷ്മി, അതായത് ഐശ്വര്യം, ധനത്തിന് എന്ത് കുറവാണ് വരാൻ? അറബ് കെ വ്യാപാരി രാജവർമ്മൻ കെ രാജ്യമേ വ്യാപാർ കെ ലിയെ ആനെ ലഗെ. അപ്പോൾ അറബ് രാജ്യത്തിലെ വ്യാപാരി രാജവർമ്മൻ്റെ രാജ്യത്ത് വ്യാപാരത്തിനായിട്ട് വന്നു. രാജ്യക്ക് ആംദനിമേ ദിനോ ദിൻ വൃദ്ധി ഹോനെ ലഗി. അങ്ങനെ വന്നപ്പോൾ പല സാധനങ്ങളും, രാജ്യത്തുള്ള പല ഉൽപ്പന്നങ്ങളും കയറ്റുമതി, വ്യാപാരം എന്ന് പറഞ്ഞാൽ കയറ്റുമതി ഇറക്കുമതി ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള കേരളത്തിലുള്ള പല സാധനങ്ങളും ഈ അറബ് വ്യാപാരി വലിയ വില കൊടുത്ത്, നല്ല വില കൊടുത്ത് കൊണ്ടുപോവുകയും അതോടുകൂടി രാജ്യത്തിൻ്റെ ആംദനി, വരുമാനം ദിവസങ്ങൾ കൊണ്ട് തന്നെ, ദിവസം കഴിയും തോറും കൂടുവാൻ തുടങ്ങി. राजा को केवल एक ही दुख था कि उसके पीछे इस हरे भरे धन धान्य से पूर्ण राज्य का क्या होगा. പക്ഷേ രാജാവിനൊരു ദുഃഖമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശേഷം ഈ പച്ചപ്പ് നിറഞ്ഞ സമൃദ്ധമായ ധനവും ധാന്യവും കൊണ്ട് കംപ്ലീറ്റായ പൂർണ്ണമായ, അതായത് സമൃദ്ധമായ രാജ്യത്തിന് എന്ത് സംഭവിക്കും? കാരണം എന്താണ്? രാജാക്ക ഏക്ക് ബേട്ടാ ഥാ രവിവർമ്മൻ. രാജാവിനൊരു മകൻ ഉണ്ടായിരുന്നു, അവൻ്റെ പേര് രവിവർമ്മൻ. അപ്പോൾ സാരാദിൻ അപ്പിനെ മിത്രോം കെ സാത്ത് ഘൂംനെ ഫിർനെ മേ മഗ്ന രഹത. അവൻ ദിവസം മുഴുവനും തൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങി നടക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതായത് രാജ്യകാര്യങ്ങൾ നോക്കാൻ അദ്ദേഹത്തിൻ്റെ മകന് താല്പര്യമില്ലായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിന് കാരണം. ഉസേ രാജ്കാജ് സെ കോയി മത്ലബ് നാഥ. രാജ്യകാര്യങ്ങളിൽ അവന് ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. രാജാക്കെ സംഛാനേക്കാ ഭി ഉസ് പർ കോയി അസർ നഹി പഡ്താ ഥാ. രാജാവ് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടും അവനൊരു വ്യത്യാസവും സ്വഭാവത്തിൽ വന്നില്ല. കുച്ച് സമയ ബാദ് രാജാക്കി മൃത്യു ഹോ ഗയി. കുറച്ച് നാളുകൾക്ക് ശേഷം രാജാവ് മരിച്ചുപോയി. രവിവർമ്മൻ സിംഹാസൻ പർ ബൈഠ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ രവിവർമ്മൻ എന്ത് ചെയ്തു? സിംഹാസനത്തിലിരുന്നു ഭരണത്തിനായിട്ട്. उसने पुराने मंत्रियों को हटाकर स्वार्थी मित्रों को मंत्री बना दिया. അദ്ദേഹം അവിടെയുള്ള പഴയ മന്ത്രിമാരെയൊക്കെ മാറ്റിയിട്ട് സ്വാർത്ഥരെന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നേടിയെടുക്കാൻ എന്തും ചെയ്യുക, അങ്ങനെയുള്ള തൻ്റെ ഫ്രണ്ട്സിനെ മന്ത്രിമാരായിട്ട് നിയമിച്ചു. वे रविवर्मन को उल्टी सीधी सलाह देते,
राज्य में त्राही त्राही मच गई पर कौन सुनता. അവരെന്ത് ചെയ്തു, ഈ പുതിയ മന്ത്രിമാർ രവിവർമ്മന് വേണ്ടാത്ത പല ഉപദേശങ്ങളും സലാഹ് ഉപദേശങ്ങൾ കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു, രാജ്യമേ ത്രാഹി ത്രാഹി മച്ച് ഗയി, രാജ്യത്ത് നിലവിളി ഒച്ചകൾ വന്നു, അതായത് ആൾക്കാർ ബുദ്ധിമുട്ടാൻ തുടങ്ങി. പക്ഷേ കോൻ സുൻത, അത് ആര് കേൾക്കാനാണ്? കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനായ രാജവർമ്മനായിരുന്നു രാജ്യം മൊത്തം ചുറ്റി നടന്ന ആൾക്കാരുടെ സുഖദുഃഖങ്ങൾ അന്വേഷിച്ച് ദുഃഖങ്ങൾ പരിഹരിച്ചിരുന്നത്. ഇദ്ദേഹം രവിവർമ്മൻ എന്ത് ചെയ്തു, അതൊന്നും അന്വേഷിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്തിരുന്നില്ല. രാജ്ഘോഷ് ഖാലി ഹോ ഗയ, ഖജനാവ് കാലിയായി. പ്രജാപർ നയെ കർ ലഗായ ഗയെ, പുതിയ കരം, അതായത് പ്രജകൾ ഒരു പ്രത്യേക നമ്പർ, അതായത് കുറച്ച് പൈസ രാജ്യത്തിന് കൊടുക്കേണ്ടതുണ്ട്. നമ്മളും വെള്ളത്തിനൊക്കെ കരം അടയ്ക്കുന്നില്ലേ, അതുപോലെ. അപ്പോൾ അവരുടെ ആ കരത്തിൻ്റെ അളവ് കൂട്ടി, പുതിയ കരങ്ങൾ അവർക്ക് കൊടുത്തു. അറബ് കെ വ്യാപാരിയോങ്കോ ബുലായാകയ, അറബ് രാജ്യത്തെ വ്യാപാരികളെ വിളിച്ചു വരുത്തി. 2-3 बार तो व्यापारियों ने अग्रिम धन दिया, लेकिन उसके बदले में सामान न मिलने पर उन्होंने उस राज्य को छोड़ने का निश्चय कर लिया. 2-3 പ്രാവശ്യമൊക്കെ ആ വ്യാപാരികൾ എന്ത് ചെയ്തു, അഡ്വാൻസായിട്ട് കുറച്ച് കാശ് കൊടുത്തു. പക്ഷേ എന്ത് ചെയ്തു, അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കിട്ടാത്തത് കാരണം ഇവിടെ ഉപേക്ഷിച്ചവർ പോകാൻ തീരുമാനിച്ചു. രാജാ രവിവർമ്മനെ ഉനെ രോക്കിനേക്ക് ബഹുത്ത് കോശിഷ് കി, രാജാ രവിവർമ്മൻ അവരെ തടഞ്ഞു നിർത്താനൊക്കെ ശ്രമിച്ചു. ലേക്കിൻ വേ അപ്പിനെ ജഹാസ് ലേക്കർ വഹാസെ ചലേഗയെ, പക്ഷേ അവരവരുടെ കപ്പലുകളുമായിട്ട് അവിടെ നിന്ന് പോയി കളഞ്ഞു. രവിവർമ്മൻ ജാൻതാ ഥാ കി ഉസ്കെ സ്വാർത്ഥി മിത്രോं के कारण ही राज्य पर विपत्ति आई है. രവിവർമ്മന് മനസ്സിലായി തൻ്റെ സ്വാർത്ഥരായ ഫ്രണ്ട്സ് കാരണമാണ് ഈ രാജ്യത്ത് ഇത്രയും ആപത്ത് വന്നു ചേർന്നതെന്ന്. ഇസ്ലിയെ ഉസ്നെ അപ്പിനെ മിത്രോं को दरबार से निकाल दिया, അത് മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ ഫ്രണ്ട്സിനെ, കൂട്ടുകാരെ രാജസദസ്സിൽ നിന്നും മാറ്റി. राज्य की स्थिति देख രവിവർമ്മൻ സോച്ച് മേ പട് ഗയെ, രാജ്യത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് രവിവർമ്മൻ വളരെയധികം ചിന്തിക്കുവാൻ തുടങ്ങി. ഉസെ അപ്പിനെ പിതാക്കി ബാത്തെ യാദായി, തൻ്റെ അച്ഛൻ്റെ വാക്കുകൾ അദ്ദേഹത്തിന് അപ്പോൾ ഓർമ്മ വന്നു. ബഹു പശ്ചാത്താപക്ക് ആകുമേ ജലനെ ലഗ, പശ്ചാത്താപമാകുന്ന അഗ്നിയിലയാൾ എരിയുവാൻ തുടങ്ങി. രവിവർമ്മൻ ने अपने पिता के पुराने मंत्रियों को बुला भेजा पर वे नहीं आए, തൻ്റെ അച്ഛൻ്റെ പഴയ മന്ത്രിമാരെ വിളിക്കുവാൻ അദ്ദേഹം ആളെ വിട്ടു. പക്ഷേ അവർ വന്നില്ല. രവിവർമ്മൻ इतना बेचैन था कि उसने मंदिर जाकर धन की देवी लक्ष्मी की प्रार्थना करने का निश्चय किया. രവിവർമ്മൻ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, ദുഃഖിതനായിരുന്നു. അത് കാരണം എന്ത് ചെയ്തു, അമ്പലത്തിൽ പോയി ധനത്തിൻ്റെ ദേവിയായ ലക്ഷ്മിയെ പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. മന്ദിർ സമുദ്രയ്ക്ക് കിനാരെ പർ ബനാഥ, ടെമ്പിൾ, അമ്പലം, മന്ദിർ സമുദ്രതീരത്തായിരുന്നു പണിതിരുന്നത്. मंदिर के पास पहुंचकर रविवर्मन ने सोचा क्यों न स्नान करके देवी के दर्शन करूं. അടുത്തെത്തിയപ്പോൾ രവിവർമ്മൻ ചിന്തിച്ചു, എന്തുകൊണ്ട് കുളിച്ചിട്ട് ദേവിയെ കാണാൻ പോയിക്കൂടാ എന്ന് ചിന്തിച്ചു. അതായത് കുളിച്ചുകൊണ്ടിനി ദേവിയെ കാണാൻ പോകാമെന്ന് തീരുമാനിച്ചു. जैसे ही वह सीढ़ियों से नीचे उतर समुद्र की ओर बैठने लगा, उसने देखा कि सीढ़ियों पर कोई बैठा है. അദ്ദേഹം സീഡി എന്ന് പറഞ്ഞാൽ പടിക്കെട്ട്. അദ്ദേഹം ഓരോ പടിക്കെട്ടുകളും ഇങ്ങനെ ഇറങ്ങിച്ചെന്നപ്പോൾ, സമുദ്രത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് കണ്ടു, സീഡിയോं पर कोई बैठा है, സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ പടിക്കെട്ടിൽ ആരോ ഇരിക്കുന്നു. തും കോൻ ഹോ ഓർ യഹാ ക്യാ കർ രഹി ഹോ, രവിവർമ്മനെ പൂച്ച, നീ ആരാണ്, നീ ഇവിടെ എന്തിനാണ് ഇരിക്കുന്നത് എന്ന് രവിവർമ്മൻ ചോദിച്ചു. അപ്പോൾ ആ ഇരിക്കുന്നയാൾ ഒരു സ്ത്രീയാണ്. അതെങ്ങനെ മനസ്സിലായി, ക്യാ കർ രഹി ഹോ എന്ന് വന്നു. രഹി വന്നപ്പോൾ അത് മനസ്സിലാക്കാം, അതൊരു സ്ത്രീയാണ്. ഇസ് പർ മധുർ ആവാസ് മേ ഉത്തർ മില, ആ ക്വസ്റ്റ്യൻ്റെ ഒരു മധുരമായ ഒരു സ്വരത്തിൽ മറുപടി ആൻസർ കിട്ടി.
मैं धन की देवी हूँ और मैं यह नगर छोड़कर जा रही हूँ. ഞാൻ ധനത്തിൻ്റെ ദേവിയാണ്, ഞാൻ ഈ നഗരം വിട്ട് പോകാൻ പോകുന്നു. पर क्यों? പക്ഷേ എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിച്ചു. തഭി ഖിൽഖിലാക്കർ ദേവി ഹസ്പടി ഓർ ബോലി. വളരെ എന്താണ് ഖിൽഖിലാക്കർ എന്ന് പറഞ്ഞാൽ ആ ചിരിക്കുന്ന സൗണ്ടിനെയാണ് പറയുന്നത്. ചിരിച്ചുകൊണ്ട് ദേവി പറഞ്ഞു, ഇസ് നഗർക്ക രാജ മൂർഖ് ഹെ. ഈ നഗരത്തിൻ്റെ രാജാവ് വളരെ മണ്ടനാണ്. മൂർഖ് മണ്ടൻ. ഉസ്കെ മൻമേ മേരെ ലിയെ കോയി ആദർ നഹി. അവൻ്റെ മനസ്സിൽ എനിക്ക് വേണ്ടി ഒരു ബഹുമാനവും ഇല്ല. രവിവർമ്മൻ സമജ് ഗയാ കി യഹ് രാജലക്ഷ്മി ഹി ഹെ. രവിവർമ്മന് മനസ്സിലായി ഇത് ലക്ഷ്മി ദേവി തന്നെയാണെന്ന്. രവിവർമ്മനെ ഹാത്ത് ജോഡ്കർ കഹാ യഹാ സെ മത് ജാവോ ദേവി. രവിവർമ്മൻ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ നിന്ന് പോകരുതേ ദേവി എന്ന്. നഹി മേനെ നിശ്ചയ് കർ ലിയാ ഹെ ദേവീനെ ഉത്തർ ദിയ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്താണ് ഇവിടെ നിന്ന് പോകാൻ എന്ന് ദേവി മറുപടി പറഞ്ഞു. ठीक है पर आप मेरी एक बात मानिए मैं समुद्र में स्नान करने जा रहा हूँ. ശരി, ഓക്കെ, താങ്കൾ പറഞ്ഞത് സമ്മതിച്ചു. എൻ്റെ ഒരു കാര്യം ഒന്ന് കേൾക്കണം. ഞാൻ എന്താണ് സമുദ്രത്തിൽ കുളിക്കാൻ പോവുകയാണ്. ജബ് തക് മേ ലൗട്ട് കർ നഹി ആവൂ ആപ്പ് മേരെ മണിയോं की इस माला को अपने पास रख ले और यही मेरी प्रतीक्षा करे. ഈ മണികൾ ഉള്ള മാല താങ്കളുടെ കയ്യിൽ വച്ചേക്കുക. അതിനുശേഷം എന്താണ് എന്നെ ഇവിടെ കാത്തിരിക്കണം. രവിവർമ്മനെ വിൻതി കർത്തേ ഹുയേ കഹ. അഭ്യർത്ഥനയോടെ രവിവർമ്മൻ പറഞ്ഞു. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു മാല, മണികൾ നിറഞ്ഞ മുത്തുകൾ നിറഞ്ഞ ഒരു മാല ദേവിയുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, താങ്കൾ ഇതുമായിട്ട് ഇവിടെ ഇരിക്കണം, എന്നെ വെയിറ്റ് ചെയ്തിരിക്കണം, ഞാൻ വരുന്നത് വരെ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. ठीक है ദേവി മുസ്കുരായി. ശരി എന്ന് പറഞ്ഞ് ദേവി ചിരിച്ചു. രവിവർമ്മൻ ने हाथ जोड़े मानो अंतिम बार अपने नगर और मंदिर के दर्शन कर रहा हूँ. രവിവർമ്മൻ കൈകൾ കൂപ്പി. അദ്ദേഹത്തിൻ്റെ നിൽപ്പ് കണ്ടാൽ തോന്നും അവസാനമായിട്ട് തൻ്റെ നഗരവും ആ അമ്പലവും കാണുകയാണോ എന്ന് തോന്നും. വഹ് പാനിമേ ഉത്തർത്താ ചലാഗയ. അദ്ദേഹം വെള്ളത്തിലേക്ക് ഇറങ്ങി പോയി. ധീരെ ധീരെ സമുദ്ര കി ലഹരെ ഊഞ്ചി ഹോത്തി ഗയി. പതുക്കെ പതുക്കെ ആ സമുദ്രത്തിലെ ആ ഒരു തിരമാലകൾ കൂടി വന്നു. സമുദ്രനെ രവിവർമ്മൻ കോ അപ്നെ ഭീതർ സമാലിയ. സമുദ്രം രവിവർമ്മനെ തൻ്റെ ഉള്ളിലേക്ക് എടുത്തു. അതായത് രവിവർമ്മൻ സമുദ്രത്തിൽ മുങ്ങി താഴ്ന്നുപോയി. दूसरे दिन प्रातः महाराज രവിവർമ്മൻ സമുദ്ര की रेत पर अचेत पड़े थे. രണ്ടാമത്തെ ദിവസം എന്താണ് മഹാരാജ രവിവർമ്മൻ സമുദ്രത്തിൻ്റെ തീരത്ത് രേത്ത് പർ അതായത് മണലിൽ ചേതനയറ്റ് ചലനമില്ലാതെ കിടക്കുകയായിരുന്നു. അറബ് വ്യാപാരിയോं के जहाज़ समुद्र के किनारे आने लगे. അറബി വ്യാപാരികൾ അവരുടെ ജഹാസ് കപ്പലുകൾ സമുദ്രത്തിൻ്റെ തീരത്ത് വരാൻ തുടങ്ങി. വ്യാപാരിയോനെ സബ്കോ യഹ് വിചിത്ര ബാത്ത് സുനായി वे अपनी इच्छा से नहीं लौटे. रात को एक भयंकर तूफान उनके जहाज़ों को वापस नगर की सीमा पर ले आया है. അവർ അറിഞ്ഞുകൊണ്ടല്ല ഈ തീരത്തേക്ക് വന്നത്. രാത്രിയായപ്പോൾ എന്ത് സംഭവിച്ചു? ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റുണ്ടാവുകയും അവരുടെ കപ്പലുകൾ കേരളത്തിലെ ഈ രവിവർമ്മൻ്റെ രാജ്യത്തിൻ്റെ തീരത്തിലേക്ക് അടുക്കുകയും അങ്ങനെയാണ് അവർ വീണ്ടും ഈ രവിവർമ്മൻ്റെ രാജ്യത്തിൽ എത്തിയത്. സഭീനെ ദേഖാ കി രാജാ കെ മണിയോं की माला मंदिर की देवी लक्ष्मी की मूर्ति के गले में थी. എല്ലാവരും നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? രവിവർമ്മൻ്റെ ആ മുത്തുകൾ ഉള്ള മാല അമ്പലത്തിലെ ദേവിയുടെ കഴുത്തിൽ കിടക്കുകയാണ്. ആ ദേവിയുടെ മൂർത്തി, ദേവിയുടെ ശില്പത്തിൻ്റെ കഴുത്തിൽ കിടക്കുന്നതാണ് കണ്ടത്. അതായത് ദേവി ആ മാലയുമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ദേവി ആ രാജ്യത്ത് നിന്നും പോയിട്ടില്ല.